നെയ്ച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു മുതൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കുക. ഇല്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മസാല നെയ്ച്ചോറിൽ കൂട്ടിക്കൊഴിച്ച് കഴിച്ചാലുണ്ടല്ലോ ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. കൂടെ നമ്മൾ ദുബായിലെ മയം കൂടി ഉണ്ടെങ്കിൽ പറയ ചെയ്യേണ്ടിയില്ല. ഇതാണ് ഇക്കതിലെ നായകൻ, നമ്മളെ കൂന്തലാണ്. കൂന്തൽ നല്ല റോസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ്. ഈ ഒരു റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട്, നിങ്ങൾ എന്തായാലും കാണാം. അത് മാത്രമല്ല ഇത് ക്ലീൻ ചെയ്യുന്ന റെസിപ്പിയും കൂടിയുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ഗ്യാസ് കത്തിക്കുക, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കുക, RKG ഇട്ട് കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കുക, പിന്നെ ഓൾ സ്പൈസസ്, ഉള്ളി. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറേ നേരം വഴറ്റേണ്ടതില്ല, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിന്റെ അളവാണെങ്കിലോ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ തലശ്ശേരിക്കാർ കുഞ്ഞുമണി അരി കൊണ്ടാണ് ചോറ് വെക്കുക. നമ്മളെ ചോറായിട്ടുണ്ട്. മല്ലിച്ചപ്പ്, പൊരിച്ച ഉള്ളി, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഗരം മസാല ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്ത സാധനം ഞാൻ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആവി വറക്കുന്ന നെയ്ച്ചോറും അതിന്റെ കൂടെ കൂന്തൽ റോസ്റ്റും കൂടിയിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നുണ്ട്. ആദ്യം തന്നെ അമ്മനാണ് ചോറ് കഴിച്ചിട്ടുള്ളത്. പൊളിയായിട്ടുണ്ട്, മസ്റ്റ് ട്രൈ എന്നാണ് അവൻ പറഞ്ഞത്. എന്നും പറയുന്നതിൻ്റെ തന്നെ. അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പൊ ലേറ്റ് ആക്കണ്ട, നാളെ ക്രിസ്മസിന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.